അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ? നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റി അങ്ങനെ രംഗത്ത് അഭിരമിക്കുമ്പോൾ തന്നെ നമ്മുടെ AK ബാലനെ അതേ ആയുധവുമായി രംഗത്തിറക്കിയപ്പോൾ തോന്നിയ സംശയമാണ്. അതോ ഭൂരിപക്ഷ വർഗീയ വോട്ടുകൾ ഉപയോഗിച്ച് 110 സീറ്റുകൾ നേടിയെടുക്കാമെന്നാണോ പിണറായി വിജയനും CPM-ഉം കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര, അത് അന്തർധാര എന്ന തലം കടന്ന് കൂടുതൽ പ്രകടമായി മാറിയിരിക്കുകയാണോ എന്നാണ്. BJP-യുമായിട്ടുള്ള ഈ രഹസ്യധാരണയുടെ കാര്യത്തില് രാത്രിയിൽ പിടിക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ CPM ഇപ്പോൾ നിൽക്കുന്നത്. BJP-ക്കാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഒരിക്കൽ കൂടി ആ പദവിയിൽ വരുന്നതിൽ യാതൊരു വിഷമവുമില്ല, യാതൊരു വൈമനസ്യവുമില്ല. അവരുടെ ഏറ്റവും അടുത്ത ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിൽ കോൺഗ്രസിനെ തറപറ്റിക്കണം, കോൺഗ്രസ് ഇല്ലാതാവണം. അതാണ് BJP-യുടെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വട്ടം, ഇത്തവണ CPM-ന് ഒരവസരം കൂടി കൊടുത്താൽ തന്നെ, പിണറായി വീണ്ടും മൂന്നാമത് മുഖ്യമന്ത്രി ആയാൽ തന്നെ അതിനടുത്ത വട്ടം നമുക്ക് കളം പിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കേരളത്തിൽ സ്ഥിരമായിട്ട് വാഴാൻ പറ്റും. അതാണ് BJP ലക്ഷ്യമിടുന്നത്. സിമ്പിൾ രാഷ്ട്രീയമാ. അതായത് രണ്ട് പ്രധാന ശത്രുക്കള്, അതിലൊന്നിനെ ആദ്യം കൂടെ നിർത്തിക്കൊണ്ട് മറ്റേ ശത്രുവിനെ, അത് കുറച്ചുകൂടെ മൂത്ത ശത്രുവാണ് BJP-യെ സംബന്ധിച്ചോളം, അവരെ ഇല്ലാതാക്കുക. അതിനുശേഷം ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെ മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ട് അവസാനിപ്പിക്കുക. അത് കേരളത്തിൽ നടപ്പാക്കാമെന്നാണ് BJP കരുതുന്നത്. അതേസമയം CPM-നാവട്ടെ ഇത്തവണ കൂടി എങ്ങനെങ്കിലും ഒന്ന് കടന്നുകൂടണം. മൂന്നാം തവണ, മൂന്നാം പിണറായി സർക്കാർ. അങ്ങനെ കേരളത്തിൽ ഒരു ചരിത്രമില്ലല്ലോ. തുടർഭരണം നേടിയ ചരിത്രമൊക്കെ കേരളത്തിലുണ്ട്. അത് അച്യുതമേനോനാണ്. തുടർച്ചയായിട്ട് രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായത് അച്യുതമേനോൻ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. 70-ലും 77-ലും ജയിച്ച അദ്ദേഹം മുഖ്യമന്ത്രിയായതാ. പക്ഷേ അഭിനവ ചരിത്രകാരന്മാർ പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ തുടർഭരണം നമ്മുടെ പിണറായി വിജയന്റെ ആണെന്നാണ്. അങ്ങനെ ചരിത്രം വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ, അത് മറ്റൊരു കാര്യം. എങ്ങനെയെങ്കിലും മൂന്നാമത് ഒന്നുകൂടെ അധികാരത്തിൽ വരണം. അതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്, പല കാരണങ്ങളുണ്ട്. എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യണം. രണ്ട് ഗവൺമെന്റിന്റെ കാലഘട്ടം 10 വർഷം പല കാര്യങ്ങളിലൂടെ ചെയ്തിട്ടുണ്ട്. പലരും പ്രതികളായിട്ടൊക്കെ നിൽക്കുക. അച്ഛൻ നിൽക്കുകയാണ്, മകൾ നിൽക്കുകയാണ്, മകന്റെ പേരിൽ ED സമൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ഒരു ടേം കൂടി ഒന്ന് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ രംഗം ഒഴിഞ്ഞോളാം. അതാണ് ഇപ്പൊ ഈ പാർട്ടിയെ അല്ലെങ്കിൽ സംവിധാനത്തെ നയിക്കുന്ന ചിലരുടെ മനസ്സിലിരിപ്പ്. എല്ലാ പാർട്ടിക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അവർക്ക് ഈ പാർട്ടി എന്നും തുടരണമെന്നാണ് ആഗ്രഹം. CPM കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ അവരുടേതായ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ട് എക്കാലവും തുടരണമെന്നാണ് കേരളത്തിലെ സാധാരണ കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കുന്നത്. പക്ഷേ CPM-ലെ തന്നെ ചിലരുടെ വിചാരം, ഒരു ടീം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കാവുന്ന, പിന്നീട് BJP അവരവരുടെ തായം കളിച്ചോട്ടെ. CPM-നെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തൃശ്ശൂർ ഒന്ന് ആവർത്തിച്ചാൽ മതി. നമ്മുടെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയ രംഗം ഓർക്കുന്നുണ്ടല്ലോ. ഒന്ന് തൃശ്ശൂർ പൂരം ഒന്ന് കലക്കി കൊടുക്കുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. അവിടെ കേരള പോലീസിലെ 2ാം നമ്പറിലാണ് അവിടെ തൃശ്ശൂർ ഉള്ളപ്പോഴെന്ന് ആലോചിക്കണം ഈ പൂരം കലക്കുന്നത്. പിന്നീട് അല്പം വോട്ടുകളൊന്ന് മറിച്ചു കൊടുക്കുക BJP-ക്ക് അനുകൂലമായിട്ട്. നമ്മുടെ സുരേഷ് ഗോപി അണ്ണനല്ലേ, നമ്മുടെ പാർട്ടിയിലും അദ്ദേഹത്തിന് ധാരാളം ആരാധകര് ഉള്ളതാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് ചെയ്തു, അത് കേരളത്തിൽ മുഴുവൻ ഒന്ന് ആവർത്തിച്ചാൽ മതി. നമ്മൾ മിണ്ടാതിരുന്നു, അലംഭാവം എന്നാണ് അതിന് പറയുക. അങ്ങോട്ട് വേണ്ടത്ര ഉന്മേഷം കിട്ടിയില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക്. കോൺഗ്രസ് ഒക്കെ രണ്ടും കൽപ്പിച്ച് രംഗത്തായിരുന്നു. എങ്ങനെയെങ്കിലും ഇരട്ടി സീറ്റുകൾ നേടണം. ഏതാണ്ട് ഇരട്ടി വരെ എത്തി. 20 സീറ്റായിരുന്നു അവരുടെ ലക്ഷ്യം, അത് 19 വരെ എത്തിച്ചു. പക്ഷെ CPM അവർ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണിക്കുന്ന ആ ചുണയുണ്ടല്ലോ, വീരവാശി, അതൊന്നും ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ടില്ലെന്നേ. അതുകൊണ്ടല്ലയോ 49 സീറ്റ് വാങ്ങിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വന്നത്. ഈ ഒരു കളി ചില മണ്ഡലങ്ങളിൽ BJP പറയുന്ന ചില നിയോജക മണ്ഡലങ്ങളിൽ ഒന്ന് നടത്തി കൊടുത്താൽ മതി. 5-6 സീറ്റ് മതി അവർക്ക്, തൽക്കാലത്തേക്ക് അത് മതി. അപ്പോ ബാക്കി മണ്ഡലങ്ങളിൽ BJP വോട്ട് കൊണ്ട് ജയിക്കാം. അതാണ് തന്ത്രം. ആ തന്ത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കളികളാണ് ഇപ്പോഴും പകൽ വെളിച്ചത്തില് എല്ലാവരും കാണുക ഒരു മലർന്ന സ്വപ്നമായിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ നമ്മൾ ധാരാളം വർഗീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു PDP-യുടെ അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തീ പിടിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ വേറെയും പലരും പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. അക്കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ആ രംഗത്ത് ഏറ്റവും പ്രശോഭിച്ചു കാണുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ്.
ചിലരൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ പച്ചവെള്ളത്തിന് പോലും തീ പിടിക്കുമെന്ന. ശരിയായിരിക്കാം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയൊക്കെ ഉണ്ട്. ആരെക്കുറിച്ചും, പ്രത്യേകിച്ച് ഏതൊരു വിഭാഗത്തിൽപ്പെടുന്നവരെ കുറിച്ച് അവരെ വർഗീയമായിട്ട് ആക്ഷേപിക്കാൻ, അവരെ അധിക്ഷേപിക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. പക്ഷെ ഇവരെയൊക്കെ മറികടക്കുന്നതായിരുന്നു നമ്മുടെ AK ബാലന്റെ പെർഫോമൻസ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF കാണും അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ജമായത്തെ ഇസ്ലാമിക്കായിരിക്കും എന്ന ഒരു വലിയ കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയതും ജനങ്ങളോട് തുറന്നു പറഞ്ഞതും. UDF ജയിച്ചാൽ UDFന്റെ ആഭ്യന്തരമന്ത്രി ഒരു ജമായത്തെ ഇസ്ലാമിക്കാരനായിരിക്കും. അത് മാത്രമല്ല, ഒരു ജമായത്തെ ഇസ്ലാമിക്കാരൻ ആഭ്യന്തരമന്ത്രിയായിട്ട് അവിടെ വെറുതെ ഇരിക്കുകയല്ല, ഒന്നല്ല രണ്ട് മാറാട് സംഭവങ്ങൾ, കലാപങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് ഇതിൽ പരം കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെ ഭയപ്പെടുത്താൻ മറ്റൊന്നും വേണ്ട. പുതിയ ജമായത്തേക്കാരനായ ആഭ്യന്തരമന്ത്രി വരുന്നു. അയാളുടെ നേതൃത്വത്തിൽ 2, 3, 4, 5 മാറാട് കലാപങ്ങൾ സംഘടിപ്പിക്കും. ആരാ പറയുന്നത്? നമ്മുടെ AK ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിറങ്ങിയതാ. പിണറായി വിജയന്റെ ശിഷ്യനായിരുന്നു എന്ന് പറയാം. പിണറായി വിജയനെ മോഡലാക്കി KSFിലും പിന്നീട് DYFIയിലും CPMലൊക്കെ വളർന്നു വന്ന ഒരു നേതാവാണ്. എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയനെ പോലെയാണ് AK ബാലൻ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ AK ബാലന് ഒരു കാര്യമുണ്ട്, ഏത് രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചാലും മറ്റൊരാളുടെ പിന്നിൽ 2ാം സ്ഥാനക്കാരനായിരിക്കാൻ അദ്ദേഹത്തെ കിട്ടത്തില്ല. ഇപ്പൊ വർഗീയത പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കുക, ഇപ്പം നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനേക്കാൾ ഒരുപടി മുന്നിൽ അദ്ദേഹത്തിന് നിൽക്കണം. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ നിർബന്ധമാണ്. ഒരാളുടെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്തേക്കും. അത് സാക്ഷാൽ പിണറായി വിജയന്റെ കാര്യത്തിലാണ്. പിണറായി വിജയൻ 1ാമത് വരുന്നു, താൻ 2ാമത് വരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ വിഷമമൊന്നുമില്ല, മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അദ്ദേഹം 1ാമത് തന്നെ നിൽക്കും. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ജമായത്തെ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ അദ്ദേഹം ഇത്ര കടുത്ത ഒരു നിലപാട് പറഞ്ഞത്. നമ്മുടെ ബാലൻ സഖാവിന്റെ പ്രസംഗം കേട്ടപ്പം മുതൽ മനസ്സിലുണ്ടായ ഒരു ചിന്തയാ, ആരായിരിക്കും ഈ ജമായത്തെ നേതാവ്? അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്ന ജമായത്തേക്കാരൻ? ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം പുറത്തു നിന്നൊരു ജമായത്തേക്കാരനെ നമുക്ക് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാം. 6 മാസത്തേക്ക് അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. അതിനകം എവിടെയെങ്കിലും നിർത്തി ജയിപ്പിച്ചുകൊണ്ട് വന്നാൽ മതി. അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കുമോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, പലരുടെയും പേരുകളൊന്ന് ആലോചിച്ചു. പക്ഷെ അത്തരത്തിലൊരു ജമായത്തേക്കാരൻ പുറത്തു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പോഴീ കോൺഗ്രസിന്റെ കോൺഗ്രസ് ലീഡേഴ്സ് സമ്മിറ്റ് വയനാട്ടിൽ സമാപിച്ച സമയമാ. അവിടെങ്ങാനും എടുത്ത തീരുമാനമായിരിക്കുമോ? നമ്മുടെ ബാലൻ സഖാവിന് കോൺഗ്രസിലൊക്കെ ചിലപ്പോൾ ചാരന്മാര് കാണും. അവരാരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കുമോ? ബാലൻ സഖാവ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു ജമായത്തേക്കാരനെ ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയാക്കും, പിന്നെ കലാപങ്ങളുടെ പൊടിപൂരമായിരിക്കും എന്നെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ചോർത്തി കൊടുത്തതാണോ? പലതും സംഭവിക്കാമല്ലോ. ഇനി 2ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ജമായത്തേക്കാരൻ ശരിക്ക് ഒരു കോൺഗ്രസ്സുകാരന്റെ മുഖംമൂടി അണിഞ്ഞ ഒരാളായിരിക്കാം. കോൺഗ്രസ്സുകാരനായി ഭാവിച്ച് പെരുമാറുന്ന ഒരാളാവാം. അദ്ദേഹം കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിക്കുന്നു, എന്നിട്ട് മന്ത്രിസഭ ഉണ്ടാക്കും, അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കുന്നു. അതും ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരാൾ ആരാ കേരളത്തിലെ കോൺഗ്രസ്സിൽ? ഒരു ജമായത്തേക്കാരനായിട്ടുള്ള എന്നാൽ കോൺഗ്രസ്സുകാരനായിട്ട് നടിച്ചു നടക്കുന്ന ഒരാള്. അതും അങ്ങോട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ആരായിരിക്കും ഈ കക്ഷി എന്നുള്ളത്, ഈ മാന്യദേഹം? അതിങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാ, ആളൊരു വേന്ദ്രനായിരിക്കും, മല്ലനായിരിക്കും. കാരണം ഒരു സാധാ ആഭ്യന്തരമന്ത്രിയെ അല്ല നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടത്. 2, 3 മാറാട് കലാപങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു ആഭ്യന്തര മന്ത്രിയാണ്. അതിന് പറ്റിയ ഒരാളെ ആലോചിച്ചിട്ടും കണ്ടെത്തുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ മുൻകൂട്ടി ചില സൂചനകൾ നൽകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ ആഭ്യന്തരമന്ത്രിയാവാൻ പോകുന്ന ഈ ജമായത്തെ ഇസ്ലാമിക്കാരനെ പേടിച്ച് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കൾ ചിലപ്പോൾ LDFന് വോട്ട് ചെയ്തെന്ന് വരും. എന്തെങ്കിലും ഒരു സൂചന കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും ചില ഒത്തുപൊരുത്തങ്ങൾ പ്രതീക്ഷിക്കാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണേ. അല്ലാതെ 100 സീറ്റ് കിട്ടും, 99 സീറ്റ് കിട്ടും എന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ചില ചതിക്കുഴികള് CPM ഒരുക്കി വയ്ക്കുന്നുണ്ട്. നോക്കി മുന്നോട്ട് വയ്ക്കണം. കോൺഗ്രസ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ട് ആഭ്യന്തരമന്ത്രിയാക്കുന്നു. അയാള് തുടർച്ചയായിട്ട് സീസൺ കണക്കില് മാറാട് കലാപങ്ങൾ നടത്തുന്നു. ഇതേപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴേ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നതും നല്ലതാ. നമ്മൾ ഈ സാധാരണക്കാര്, പാർട്ടിക്കാരുടെ കാര്യമല്ല പറയുന്നത്. ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന
ഇത് ആദ്യമായിട്ടൊന്നും ഇവിടെ പൊടിച്ചു വളർന്നതൊന്നുമല്ല. ഇത് നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു. അന്നൊക്കെ കാലാകാലങ്ങളിൽ CPM-നെയാണ് ആ പാർട്ടി പിന്തുണച്ചിരുന്നത്. 2009 മുതലുള്ള കഥ ഓർമ്മയുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 18 മണ്ഡലങ്ങളിൽ ജമായത്തെ ഇസ്ലാമി LDF-ന് വോട്ട് ചെയ്തു. പിന്നീട് 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിൽ 128 മണ്ഡലങ്ങളിൽ അവര് CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക്, LDF-ന്റെ സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തത്. അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നത് CPM-ന് പുത്തിരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുൾ നാസർ മദനി, അദ്ദേഹത്തിന്റെ PDP, അവരെത്രയോ കാലം എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ശംഖുമുഖത്ത് ഒരു ചടങ്ങിൽ പിണറായി വിജയൻ അദ്ദേഹവുമായി വേദി പങ്കിട്ടിട്ടില്ലേ? കുവൈറ്റ് യുദ്ധകാലത്ത് എന്താണ് EMS ചെയ്തത്? സദ്ദാം ഹുസൈനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും അതുവഴി മുസ്ലിം വോട്ടുകൾ വാങ്ങിച്ചു കൂട്ടാൻ ശ്രമം നടത്തുകയും ചെയ്തില്ലേ? ഈ യുദ്ധത്തിൽ ഞങ്ങള് സദ്ദാം ഹുസൈനൊപ്പമാണ്, നിങ്ങളോ എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചില്ലേ? അഖിലേന്ത്യാ ലീഗുമായിട്ട് അവര് ഐക്യത്തിലായിരുന്നില്ലേ? മുന്നണിയില് ഭാഗമായിരുന്നില്ലേ? ഇപ്പൊ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി CPM-നും പിണറായി വിജയനും ഹറാമായിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണെന്നുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുവഴി മൃദു ഹിന്ദുത്വയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന ഹിന്ദു വോട്ടർമാരുടെ വോട്ട് നേടിയെടുക്കണം. അതിന് ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങ് വാദിച്ചതാ. അവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി, കാശ്മീരിന്റെ സ്വയം ഭരണാവകാശത്തിന് വേണ്ടി വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം മിണ്ടാതിരിക്കുക. അത് തിരിച്ചടിച്ചെന്ന് മനസ്സിലായി. അപ്പം ഹിന്ദു വർഗീയതയെ കൂട്ടുപിടിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം എന്ന നിലയിലാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസും ജമായത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തന്നെ പലവട്ടം പറയുന്നു, ഞങ്ങൾ ഇത്രയും കാലം പിന്തുണച്ചത് സഖാക്കളെ നിങ്ങളെയാണെന്ന്. പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നു. അദ്ദേഹത്തിന്റെ ബൈറ്റുണ്ട്. ജമായത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും ഒക്കെ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ ഇത് ആരെ ബോധിപ്പിക്കാനാണ്, ആരെ പറ്റിക്കാനാണ് ഈ വെള്ളാപ്പള്ളി നടേശനെയും AK ബാലനെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലൻ ഈ പ്രസംഗം നടത്തിയതാണ്. അതായത് പിണറായി വിജയന്റെ മറ്റും അറിവോടെ. അല്ല സതീശ, ഈ പാർട്ടി എന്ന് പറയുമ്പോഴേ ഈ കേന്ദ്ര പാർട്ടിയെ നിങ്ങൾ ദയവ് ചെയ്ത് ചിത്രത്തിൽ കൊണ്ടുവരരുതേ. അവർക്ക് ഇവിടെ ഒരു റോളും ഇല്ല. നമ്മുടെ MAB വിഭാഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് കേരളത്തിന് ഒരു റോളും ഇല്ലെന്ന് വെറുതെ പാർട്ടിയുടെ അറിവോടൊന്നും പറയരുത്. പിണറായിയുടെ അറിവോടെന്ന് പറഞ്ഞു. അതായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പച്ചക്കൊടി ഇതുപോലൊരു പ്രസംഗത്തിൽ ലഭിച്ചിട്ടുണ്ടാവണം. കാരണം അദ്ദേഹം ഇപ്പോഴ് 110 സീറ്റ് എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിരിക്കുക. ചേട്ടാ, കോൺഗ്രസ്സുകാര് UDF-കാര് 100 എന്ന് പറയുമ്പോൾ ഒരു 10 കൂടുതൽ നമ്മൾ പറയണ്ടായോ? നമുക്ക് കോൺഗ്രസിനേക്കാൾ UDF-നേക്കാൾ താഴെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ 110 എന്ന ഒരു ലക്ഷ്യം CPM-ന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ വരുന്നത്. അത് CPM-നുണ്ടോ LDF-നുണ്ടോ? ഈ മന്ത്രിസഭയിൽ അദ്ദേഹം ചർച്ച നടത്തിയ ഇത് സംബന്ധിച്ച് 4-5 മണിക്കൂറുകൾ ചർച്ച നടത്തുന്നൊക്കെ പറയുന്നുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിമാർക്കുണ്ടോ? അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ VD സതീശനും കൂട്ടരും 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 110 പറഞ്ഞേ പറ്റൂ, കട്ടായം. അല്ലെങ്കിൽ തന്നെ സതീശിനിയുടെ അഹമ്മതി വളരെ കൂടുതലാണെന്നേ. നമ്മൾ പലവട്ടം ഒന്ന് പിടിക്കാൻ നോക്കിയതാ, നമ്മളൊന്ന് പേടിപ്പിച്ചു നോക്കിയതാ. അയാൾ ഒട്ടും പേടിക്കുന്നില്ലെന്നേ. ഈ പുനർജനിന്ന് പറഞ്ഞൊരു കേസ് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ CBIക്ക് വിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുന്നത് വിട്ടോളാനാ പറയുന്നത്. അങ്ങനെ ഒരുമാതിരി ഒരു ഒടക്ക സ്വഭാവമായിട്ട് നിൽക്കുകയാണ് VD സതീശനൊക്കെ. അപ്പൊ അവര് 100 എന്ന് പറയുമ്പോൾ നമുക്ക് 110 എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്നലെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ വേദിയെ കണ്ടുമുട്ടിയപ്പോഴും ആ നെഗളിപ്പ് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്തുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ എന്തോ CBI അന്വേഷണം കൊണ്ടുവന്ന് എന്തോ ആക്കിക്കളയത് പേടിപ്പിക്കുകയാണല്ലോ, എന്നാ ആക്കിക്കോ എന്നുള്ള ഒരു ചിന്ത ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അത് മനസ്സിലായി കേട്ടോ, നമുക്കൊക്കെ അത് മനസ്സിലായതാ. അങ്ങനെയുള്ള VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ 100 എന്ന് പറഞ്ഞാല് നമ്മൾ 110 പറയും. പിന്നെ പിണറായി വിജയൻ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമുക്കത് ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. അത് 110 അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. പിണറായി സഖാവാ പറയുന്നത്. അതിൽ ഒരെണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല. പല വഴിക്ക് നോക്കി, സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. എല്ലാവരും ഈ ഗവൺമെന്റ് ബെസ്റ്റ് ഗവൺമെന്റ് എന്നാ പറയുന്നത്, ഫസ്റ്റ് ഗവൺമെന്റ് എന്നാ പറയുന്നത്. ആർക്കും ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച, അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ആരാ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? ഇവിടെ വലിയ പാട്ടം പാടിക്കൊണ്ട് നടന്നതാണല്ലോ പോറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ പഴയ മന്ത്രി ആന്റണി രാജു അടിവസ്ത്രം, ഈ ജട്ടി കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു ബോറ, അതുകൊണ്ടായി അടിവസ്ത്രം എന്ന് പറഞ്ഞത്. അടിവസ്ത്രം തയ്ച്ച് ചെറുതാക്കിയ കേസ് അതും പാടിക്കൊണ്ട് നടക്കുക വേറെ ജനങ്ങൾ. പിന്നെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗം,
അങ്ങനെ പൊതുവെ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ അനുകൂലമായിട്ട് നിൽക്കുക. എന്നിട്ട് ഒരു 110 അങ്ങോട്ട് തികയുന്നില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ചിട്ട് ആ 111 തികയ്ക്കാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ BJPക്കാര് കുറച്ചുകൂടെ റീസണബിൾ ആണ് കേട്ടോ. അവർ ഈ 100 110 ഒന്നും പറയത്തില്ല. അവരൊരു 35 സീറ്റ് കിട്ടിയാൽ ഭരിച്ചുകളയും എന്നൊക്കെ പറയും. ഇത്തവണ ഒരു 5 സീറ്റൂടെ കൂട്ടി പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു 40 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിച്ചോളാം. അതാ പറഞ്ഞത്. BJPക്കാർ റീസണബിളാണ്, യുക്തിബോധം ഉള്ളവരാ. ഈ പറഞ്ഞത് സതീശൻ പറഞ്ഞത് നേരാവാനുള്ള ഒരു സാധ്യത, അതാണ് ഒന്നാമത്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, പിണറായി വിജയന്റെ നേതൃത്വത്തില് ഈ പാർട്ടി 3ാം തവണ അധികാരത്തിൽ വന്നാല് പിന്നെ ഈ പാർട്ടി ഇല്ലാതാവാൻ ഏറെ സമയമൊന്നും വേണ്ടി വരില്ല എന്നൊരു തോന്നലിൽ നിന്ന് മനഃപൂർവ്വം നമ്മുടെ ബാലസഖാവും കൂട്ടരും പറയുന്നതാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം അത് ബാലസഖാവിന് മാത്രമല്ല, എല്ലാവർക്കും അറിയാം, പാർട്ടിയിലുള്ളവർക്കറിയാം, പാർട്ടിക്ക് പുറത്തുള്ളവർക്കറിയാം. ഒരിക്കൽ കൂടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഈ CPM എന്ന് പറയുന്ന പാർട്ടി പിന്നെ ഉണ്ടാവില്ല. പിന്നീടത് കോൺഗ്രസും BJPയും തമ്മിലൊരു തായങ്കളിയായിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസമാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ 2 സാധ്യതകളിൽ ഒന്നാണ് അതിന്റെ ശരിയായ വശം. പണ്ടൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏകദിശാമുഖമായ ഒരു കാഴ്ചപ്പാടാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. പാർട്ടിക്ക് ഒരേ ഒരു നിലപാട്. അത് നയപരമായ കാര്യങ്ങളിലാണെങ്കിലും അടവ് സംബന്ധമായ വിഷയങ്ങളിലാണെങ്കിലും പാർട്ടി എന്നും ഒരു നിലപാട്, അത് മാത്രമാണ് പുറത്തു പറയുക. അതനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോവുക. തർക്കമുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞോണം. അവിടെ തീരുമാനിച്ചാൽ പിന്നെ പുറത്ത് അക്ഷരം മിണ്ടിയേക്കരുത്. അതായിരുന്നു CPM-ന്റെ രീതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ രീതി അതാണ്. പക്ഷെ ഇപ്പൊ വന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും സംസ്ഥാന നേതൃത്വത്തിന് ഒരു അധികാരമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പണ്ടൊക്കെ എങ്ങനെയാണ്? CPM-ന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഈ മാപ്രകൾ ഓരോന്ന് പറയും. അയാൾ ഇവിടെ മത്സരിക്കും, ഇയാൾ അവിടെ മത്സരിക്കും, മറ്റേ പുള്ളിക്കാരൻ അവിടെ മത്സരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ടായി ഒരു 1-2 മാസം ശേഷിക്കുന്ന സമയത്ത് എല്ലാ മാപ്രകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളാരും ശ്രദ്ധിക്കാറുമില്ല. പാർട്ടി അക്കാര്യം ഒട്ടും വിലക്കെടുക്കാറില്ല. അതാണ് സത്യം. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുക, ആറന്മുള നിയോജകമണ്ഡലത്തില് മന്ത്രി വീണ ജോർജും കോന്നിയില് ജനീഷ് കുമാറും മത്സരിക്കുമെന്ന്. അങ്ങനെ ഒരു ആര് പറഞ്ഞു ഇവർ രണ്ടുപേരെ മത്സരിക്കുന്നെന്ന്? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടോ ഇവരെ മത്സരിപ്പിക്കാൻ? നമ്മുടെ ഇടുക്കിയിലെ മണിയാശാൻ, അദ്ദേഹം മത്സരിക്കുന്ന അവിടുത്തെ പാർട്ടി അങ്ങ് പറയുക. അവിടുത്തെ പാർട്ടിയെ അങ്ങനെ ആരെങ്കിലും കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലയോ? തിരുവനന്തപുരത്താണ് നമ്മുടെ ശിവൻകുട്ടി അണ്ണനെ പോലൊരു കമ്മ്യൂണിസ്റ്റിനെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കിട്ടത്തില്ല. അത്രയ്ക്ക് ഉശിരനാ. ആ അണ്ണൻ പറയുന്നു ഞാൻ ഇത്തവണ നിയമത്ത് മത്സരിക്കാൻ ഇല്ലെന്ന്. പിന്നെ തിരുത്തി. പാർട്ടി പറഞ്ഞാൽ പിന്നെ തിരുത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തിരുത്തി. പക്ഷെ മത്സരിക്കാൻ താല്പര്യമില്ല നിയമത്ത്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. പാർട്ടിയുടെ തീരുമാനം പറയുന്നതിന് മുമ്പ് താഴെയുള്ളവര് അവരവരുടെ അഭിപ്രായങ്ങളങ്ങ് എഴുന്നള്ളിക്കുക. എന്തൊരു കോലം കെട്ട കാലമായത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വർഗീയത എന്ന് പറയുന്നത് വിറ്റ് കാശാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂച്ച വെളുത്തതായാലും കറുത്തതായാലും എലിയെ പിടിക്കണം, അതായത് വോട്ട് നേടിത്തരണം. നമ്മൾ പറയുന്ന വർഗീയത ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും 10 വോട്ട് കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം.